എമ്പുരാൻ ക്രൈസ്തവ വിശ്വാസങ്ങളെയും അടയാളങ്ങളെയും അവഹേളിക്കുന്നു. എമ്പുരാനിലെ ക്രൈസ്തവ വിരുദ്ധത. എമ്പുരാൻ സിനിമ ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തെയും അടയാളങ്ങളെയും വികൃതമായി ചിത്രീകരിക്കുന്ന പൃഥ്വിരാജിന്റെ സാത്താൻ സ്നേഹം വെളിവാക്കുന്ന സിനിമ എന്ന് നിസ്തർക്കം പറയാം. ഇതിനു മുൻപ് പല സിനിമകളിലും അദ്ദേഹം ഇത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ലഷ്കർ എ തോയ്ബയിൽ പ്രവർത്തിച്ച സെയ്ദ് മസൂദ് എന്ന പൃഥ്വിയുടെ കഥാപാത്രത്തിന്റെ ഭൂതകാലം വെളുപ്പിച്ചെടുക്കാൻ ഗുജറാത്ത് കലാപം ജിഹാദികൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവതരിപ്പിച്ചത് കാഞ്ഞ ബുദ്ധി എന്നേ പറയാൻ പറ്റൂ. മറക്കണ്ട, ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കും. കുരിശിനെ രക്ഷയുടെ അടയാളമായി കാണുന്ന ക്രിസ്ത്യാനിയുടെ നൊമ്പരപ്പെടുത്തുന്ന ദൃശ്യമാണ് അങ്ങേയറ്റം നികൃഷ്ടമായി സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. രണ്ട് അധോലോക നായകർക്ക് കൂടിക്കാഴ്ച നടത്താനായി ഇറാഖിലെ ഒരു തകർന്ന പള്ളി കാണിക്കുന്നു. പിന്നെ ശക്തമായ സ്ഫോടനം. ആ സ്ഫോടനത്തിൽ പള്ളിയെ സമീപിക്കുന്ന പട്ടാളക്കാർ തെറിച്ചു പോകുന്നു. പള്ളിയുടെ മുകളിലെ കുരിശ് തകർന്ന് തലകീഴായി വീണ് തകരുന്നു. തകർന്ന കുരിശിന്റെ ഒരു ഭാഗം മാത്രം അവശേഷിക്കുന്നു. ആ കുരിശിന്റെ തകർന്ന ഭാഗത്തിൽ നിന്ന് എൽ എന്ന അക്ഷരവും ലൂസിഫർ എന്ന നാമവും ഒരേ സമയം പിറക്കുന്ന വിഷ്വൽസ്. ക്രിസ്ത്യാനി സാത്താനായി കരുതുന്ന നാമം കുരിശിൽ നിന്നുണ്ടാകുന്നു. ഒരേ സമയം വിശ്വാസത്തെയും വിശ്വാസി പരിപാവനമായി കരുതുന്ന ബിംബത്തെയും വ്യക്തമായി ഇകഴ്ത്തുന്നു. ഈ ദൃശ്യം തുടക്കത്തിലേത്. കൂടാതെ വീണ്ടും 2 തവണ കൂടി ആവർത്തിക്കുന്നു ഈ സിനിമയിൽ. ഇതെല്ലാം സ്വാഭാവികവും നിഷ്കളങ്കവുമായ കലാവിഷ്കാരമായി കാണാൻ കഴിയില്ല. പരമാവധി അവഹേളിക്കുക, സാത്താനെ പ്രീതിപ്പെടുത്തുക, ആത്യന്തികമായി ഫണ്ട് തരുന്ന ജിഹാദികളെ പ്രീണിപ്പിക്കുകയൊക്കെയാണ് ലക്ഷ്യമെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഒരു സാധാരണ ക്രിസ്ത്യാനിക്കുണ്ട്. ഇവിടെ ചില ചോദ്യങ്ങൾ ഉയരുന്നു. 2 മാഫിയ നേതാക്കൾക്ക് കൂടിക്കാണാനായി ഒരു പള്ളി തിരഞ്ഞെടുക്കാൻ എന്താണ് കാരണം? മറ്റൊരു പശ്ചാത്തലം എന്താ സാധ്യമല്ലേ? അങ്ങനെ ചെയ്താൽ ലൂസിഫറിനെ എങ്ങനെ അവിടെ പ്രതിഷ്ഠിക്കും അല്ലേ? ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇനി മറ്റൊരു പ്രകോപനം, ബൈബിൾ വചനങ്ങളുടെ ദുരുപയോഗവും. ക്രൈസ്തവർ ദൈവമായി ആരാധിക്കുന്ന ദൈവപുത്രനെ തെറ്റുപറ്റുമെന്നും അപ്പോൾ ചെകുത്താനെയല്ലാതെ ആരെ വിശ്വസിക്കുമെന്നുള്ള അതിനീചവും നികൃഷ്ടവുമായ ഡയലോഗ് മോഹൻലാലിന്റെ കഥാപാത്രത്തെ കൊണ്ട് പറയിപ്പിച്ചു. ഇതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് കഥയും തിരക്കഥയും എഴുതിയ മുരളി ഗോപിയോടും സംവിധായകൻ പൃഥ്വിയോടും വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത് ക്രിസ്ത്യാനിയെ പറ്റി? ആർക്കും കയറിക്കൊട്ടാവുന്ന ചെണ്ടയോ, അതോ എന്തു ചെയ്താലും ക്ഷമിക്കുന്ന, സഹിക്കുന്ന, മറക്കുന്ന, പ്രതികരിക്കാത്ത ഞങ്ങളുടെ പ്രകൃതമോ? അല്ല, എന്താണ് നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം? മോഹൻലാലിനെ കുറ്റപ്പെടുത്തുന്നില്ല, പെട്ടുപോയി എന്ന് കരുതുന്നു എങ്കിലും താങ്കൾക്കും അല്പം ശ്രദ്ധിക്കാമായിരുന്നു. വെറുതെ ക്രിസ്ത്യാനിയെ ചൊറിയാൻ നിൽക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ജിഹാദി പണം കണ്ട് പ്രീണനവും താറടിയുമായി ഇറങ്ങിയാൽ നിന്റെയൊക്കെ ഗതി അധോഗതിയാകും എന്ന് മറക്കണ്ട. BJPയെ പേടിച്ചും തിരിച്ചടി പേടിച്ചും യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി സെൻസർ ചെയ്യാൻ തീരുമാനിച്ചത് നല്ല കാര്യം. ക്രിസ്ത്യാനിയുടെ വിശ്വാസങ്ങളെയും അടയാളങ്ങളെയും അവഹേളിക്കുന്ന ഡയലോഗുകളും വിഷ്വലുകളും കൂടി നീക്കം ചെയ്യാനുള്ള മര്യാദ കാണിക്കണം മിസ്റ്റർ പൃഥ്വിരാജ്. ഇനി സിനിമയെ സിനിമയായി കാണണം, കലയായി കാണണം എന്ന് പറഞ്ഞ് വരുന്നവരോട് തൽക്കാലം അതിന് സൗകര്യമില്ല എന്ന് അറിയിക്കുന്നു. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.